ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് CG ഉണ്ണി നമ്മോടൊപ്പം ചേരുകയാണ്. CG ഉണ്ണി, എന്തൊക്കെയാണ് PV അൻവറിനെതിരായ ആരോപണം? വയനാട് ജില്ലാ കമ്മിറ്റി പറയുന്നു അവരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി പോകുന്നുവെന്ന്. അങ്ങനെ താൻ പോർമയിൽ അങ്ങനെ എന്താണ് എല്ലാവിധ സീമകളിൽ ലംഘിക്കുകയാണ് PV അൻവർ. എന്താണ് സംസ്ഥാന കമ്മിറ്റിക്കുള്ള പരാതി? കോൺഗ്രസിന് ദേശീയ നേതൃത്വം മുമ്പാകെ സമർപ്പിച്ച 8 ശക്തമായ ജില്ലാ കമ്മിറ്റികൾ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു ജില്ലാ കമ്മിറ്റിയാണ് വയനാട്. വയനാട് തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ കഴിഞ്ഞ ദിവസം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ പോലും അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തി ചില പുതിയ ആളുകൾ ഇത്തരത്തിലെ പരിപാടി നടത്തുമ്പോൾ ആ പാർട്ടി അറിഞ്ഞിരിക്കണമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകളെ വെച്ചുകൊണ്ട് അത് ഇഷ്ടക്കാരെ വളർത്തുകയും അല്ലാത്തവരെ തളർത്തുകയും ചെയ്യുന്ന സൃഷ്ടി സംഹാര രാഷ്ട്രീയമാണ് PV അൻവർ കളിക്കുന്നത്. അതിനുവേണ്ടി സാമ്പത്തിക ശേഷിയുള്ളവരെ ഓരോ ജില്ലയിൽ നിന്ന് പ്രത്യേകം കണ്ടെത്തി അവരുടെ ചെലവിൽ അൻവറിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു പുകമറ സൃഷ്ടിച്ച് തൃണമൂൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. അൻവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ അൻവറിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 5 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഞങ്ങളെ അടുത്ത ആഴ്ച ക്ഷണിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വവുമായി ഞങ്ങൾ ചർച്ച നടത്തും. വീട്ടുമുറ്റത്ത് ഒരു മരം നിൽക്കുന്നു. ആ മരമാണ് വലുത്. മരത്തിന്റെ കൊമ്പ്, അതിന്റെ ശിഖരം വീടിന് മുകളിലേക്ക് വന്ന എത്ര വലിയ കൊമ്പാണെങ്കിലും മുറിച്ചു മാറ്റും, ഒരു സംശയവുമില്ല. അതെ, പൊന്നുകായ്ക്കുന്ന മരമെങ്കിലും പുരക്ക് ചാഞ്ഞാൽ മുറിച്ചു മാറ്റും. തീർച്ചയായും അത് ശരിയാണ്. തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. നേരത്തെ തന്നെ CG ഉണ്ണി പരസ്യമായി വളരെ ഷാർപ്പായ വാക്കുകളോടുകൂടി പ്രതികരിച്ചിട്ടുണ്ട്. ഇത് തൃണമൂല് വിട്ട് എവിടെയും പോയിട്ടില്ല, ഓഫർ വന്നിട്ടും പോയിട്ടില്ല, ഞങ്ങളൊരു മുന്നണിക്ക് പുറകെയും പോയിട്ടില്ല. പാർട്ടി 14 ജില്ലയിലും ശക്തമായി കെട്ടിപ്പടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജനപിന്തുണ ആർജിച്ചതിന് ശേഷമാണ് മുന്നണി പ്രവേശത്തിന് പോവുക. ചുമരുണ്ടാക്കുന്നതിന്റെ മുമ്പേ ചിത്രം എഴുതാൻ നടക്കുന്നവർക്ക് ഈ പാർട്ടിയിലല്ല സ്ഥാനം. അവർക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പുറത്തേക്കുള്ളത്. അതായത് PV അൻവറിനെ പുറത്തേക്ക് പോയിപ്പിച്ചിട്ട് മാത്രമേ ഇനി സംസ്ഥാന കമ്മിറ്റിക്ക് ഉറക്കമുള്ളൂ, അങ്ങനെ പറയാമോ? സ്ഥാനം റദ്ദാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ CG ഉണ്ണി, നിങ്ങൾ വിശദമായ പരാതി നിങ്ങളുടെ തൃണമൂൽ കോൺഗ്രസിന് ദീദിക്ക് മമതാ ബാനർജിക്ക് നൽകി, ശരിയാണ്. അതിലുള്ള ആരോപണങ്ങളിൽ ഒന്ന്, ഇപ്പോൾ വയനാട് ജില്ലാ പ്രസിഡന്റ് താങ്കൾ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, നിലനിൽക്കുന്ന കമ്മിറ്റിയെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയ നൈതിക വീഴ്ച കാണിക്കുന്നു. മറ്റൊന്ന് സാമ്പത്തികമായ തിരിമറിയും ക്രമക്കേടിനെ സംബന്ധിച്ചും പിരിവിനെ സംബന്ധിച്ചുമാണ്. അതെന്തൊക്കെയാണ്? PV അൻവർ നടത്തുന്ന സാമ്പത്തിക തിരിമറികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആരോപണത്തിൽ? PV അൻവറിന്റെ പേഴ്സണൽ പ്രൊഫൈൽ എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇന്ത്യ രാജ്യത്തെ നാഷണലൈസ് ബാങ്കുകളിലും അൻവർ കൊടുക്കാനുള്ള പണത്തിന്റെ കുടിശ്ശികയും അൻവറിന്റെ സ്വത്ത് 5 പ്രാവശ്യം മറിച്ചും തിരിച്ചും വിറ്റാൽ പോലും തീർത്താ തീരാത്ത രീതിയിലുള്ള കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ തൃണമൂലിനെ മറയാക്കി അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തികൾ വീണ്ടും തുടരണം. അതിന് നമുക്കറിയാം, എയർപോർട്ടിൽ സ്വർണം ഇറങ്ങിയപ്പോൾ ആ സ്വർണം പുറത്തു പിടിച്ച പോലീസുകാരെ അഭിനന്ദിക്കുന്നതിന് പകരം അത് ഇറക്കി വിട്ട കസ്റ്റംസിനെതിരെ ഒരു അന്വേഷണം നടത്തണമെന്ന് നാളിതുവരെ അൻവർ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരം കാരിയർമാരെയും അതിന്റെ ഇടനിലക്കാരെയും വെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ഹൈജാക്ക് ചെയ്യാമെന്ന PV അൻവറിന്റെ വ്യാമോഹം ഈ പ്രസ്ഥാനത്തിൽ നടക്കില്ല. ഒറ്റ കാര്യം കൂടി, കടക്കണിയിൽപ്പെട്ട PV അൻവർ തൃണമൂലിന്റെ പേരിൽ എന്തൊക്കെ സാമ്പത്തികമായ പിരിവുകളാണ് നടത്തിയത് നിങ്ങളുടെ കമ്മിറ്റിക്ക് ബോധ്യമായത്? ിരിക്കുന്ന അനുദിനം വാഗ്ദാനങ്ങൾ. മുൻകാലങ്ങളിൽ അൻവർ ഒരു കച്ചവടക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പല സ്ഥലത്തും പല പ്രൊഫൈൽ, അവിടെ സ്വർണ്ണഖനനം നടത്തുന്ന അവിടുത്തെ പ്രൊഫൈൽ എടുത്ത് ജനങ്ങളെ മുമ്പിൽ വെക്കാം. അദ്ദേഹത്തിന്റെ ക്രഷറുകളും കോറികളും ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സ്ഥാപനത്തിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ കണക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളെ കയ്യിൽ നിന്ന് സാമ്പത്തികം തട്ടി അതേ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത പദവിയിലേക്ക് എത്തുന്നു. കേരളത്തിൽ UDFന്റെ ഘടകകക്ഷിയാവുന്നു, ജയിക്കുന്നു, ക്യാബിനറ്റിൽ വരുന്നു.
ഇനിയിപ്പോ പി സി ചാക്കോയുടെ പേരിൽ പുതിയ ഗെയിമുമായി ഇറങ്ങിയിരിക്കുകയാണ്. പി സി ചാക്കോ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നേതൃത്വം അറിയിച്ചു. അത് തന്റെ അക്കൗണ്ടിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചാക്കോയെ മുൻനിർത്തിക്കൊണ്ട് അൻവർ നടത്തുന്ന പുതിയ ചില നാടകങ്ങൾ, ഇതിനൊക്കെ സാമ്പത്തിക ചെലവുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ ഒരു ടീം കേരളത്തിൽ അൻവറിനെ വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി രൂപ കേരളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാമെന്ന് ദേശീയ നേതൃത്വം പഠനത്തിനായി 8 അംഗ സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആഴ്ചകളോളമായി ഒരു തട്ടിപ്പ് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് ജനങ്ങളിൽ നടത്താൻ വേണ്ടി തീർച്ചയായും പി വി അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള ആരോപണങ്ങൾ. അത് തൃണമൂലിന്റെ നിലനിൽക്കുന്ന സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് പരാതിയായി അയച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങൾ കൂടിയാണ് സാലിം മുഹമ്മദ് നൽകിയത്. ഒപ്പം പ്രതികരണങ്ങളാണ് CG ഉണ്ണിയും MK അലിയും നൽകിയത്.